ഇതൊക്കെ ലക്ഷണങ്ങളാണ് PCOD ഉള്ള ഒരു സ്ത്രീയിൽ കാണുന്നത്. മെയിൻ ആയിട്ട് അവർക്ക് ശരിയായ രീതിയിൽ ക്രമമായ രീതിയിൽ ആർത്തവം ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതിനെ നമുക്ക് അമനോറിയ എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ PCOD ഉള്ള ഒരു സ്ത്രീയിൽ ചിലപ്പോൾ മാസങ്ങളോളം അല്ലെങ്കിൽ ഒരു വർഷമോ അതിന് മേലെയൊക്കെ പീരീഡ്സ് ചിലപ്പോൾ ഇല്ലാതിരിക്കുന്നതായിട്ട് കാണാറുണ്ട്. അഥവാ പീരീഡ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലീഡിങ് നോർമലി കാണുന്ന 7 ദിവസത്തിൽ അപ്പുറമായിട്ട് ചിലപ്പോൾ 10 ഡേയ്സ് അല്ലെങ്കിൽ 15 ഡേയ്സ് അല്ലെങ്കിൽ ആഴ്ചകളോളം ഒക്കെ നീണ്ടു നിൽക്കുന്നതായിട്ട് കാണാറുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് വിളർച്ച വരെ സംഭവിക്കാം. അതിൻ്റെയോടൊപ്പം അമിതമായിട്ടുള്ള ക്ഷീണം വരാറുണ്ട്. പിന്നെ അമിത ഭാരം, പെട്ടെന്ന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, ശരീരം ഇങ്ങനെ തടി വെച്ച് വരുന്നു, പൊണ്ണത്തടി ഉണ്ടാകുന്നു. പിന്നെ മെയിൽ പാറ്റേണിൽ ഇവർക്ക് രോമവളർച്ച വരുന്നു, അതായത് മുഖത്ത് ചെസ്റ്റിന്റെ ഭാഗത്തൊക്കെ അമിത രോമവളർച്ച ഉണ്ടാകുന്നു. അതൊക്കെയാണ് ഇതിന്റെ മെയിൻ സിംറ്റംസ്. അതോടൊപ്പം മുടി കൊഴിച്ചിൽ കാണാം, പുരിക കണ്ടമാനം കൊഴിഞ്ഞു പോകുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. പിന്നെ സെൻട്രൽ ഒബേസിറ്റി, ലോവർ അബ്ഡമന്റെ ഭാഗത്ത് കൊഴുപ്പടിഞ്ഞുകൂടി തിക്നെസ് വരുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. പിന്നെ കാലുകളിൽ ചിലപ്പോൾ നീർക്കെട്ട് വരുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഈ ഒരു PCOD ഉള്ള സ്ത്രീകളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഭയങ്കരമായിട്ട് ഉണ്ടാകാറുണ്ട്. ഇതിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് അവർക്ക് ഡയബറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇതുകൊണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ പിൻകഴുത്തില്, കക്ഷത്തില്, തൊടയിടുക്കിലൊക്കെ സ്കിന്നിന് ഭയങ്കരമായിട്ട് ഇരുണ്ട നിറവും അതുപോലെ തന്നെ ഒരു തിക്നെസ്സും ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അക്കാൻഡോസിസ് നൈഗർ എന്നാണ് ഈ ഒരു പ്രോബ്ലത്തിന് പറയുന്ന പേര്. അതോടൊപ്പം ഇവരുടെ സ്കിന്നിൽ ടാഗുകൾ ഉണ്ടാകുക, അല്ലെങ്കിൽ പാലുണ്ണി എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നതും ഒക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോ എന്തൊക്കെ ടെസ്റ്റുകൾ